കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നാം ആയിരിക്കുന്ന കാലഘട്ടം എപ്പോഴും പറയാറുള്ളത് പോലെ കർത്താവിൻ്റെ വരവിനോട് അടുത്തിരിക്കുന്നൊരു കാലഘട്ടമാണ്. എങ്ങനെ നമുക്കത് അനുമാനിക്കാം? വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും തന്നിരിക്കുന്ന വചനങ്ങളും ചേർത്ത് പഠിക്കുമ്പോൾ ഇത് കർത്താവിൻ്റെ വരവായി, കർത്താവിൻ്റെ വരവിൻ്റെ സമയങ്ങളായി എന്ന് നമുക്ക് അനുമാനിക്കാം. കർത്താവ് പറഞ്ഞു, അത്തി തളർത്തു എൻ്റെ വരവ് വാതിക്കൽ. 1948 അത്തി തളർത്തു, ഒരു രാഷ്ട്രമായി തീർന്നു. യഹൂദരുമായി ബന്ധപ്പെട്ട് ആണ് കർത്താവിൻ്റെ പ്രസ്താവന. ഈ അത്തി തളർത്ത് ഫുൾ സിങ്ങിൽ നിൽക്കുന്നത് നമ്മൾ കാണുമ്പോൾ സഖറിയ പ്രവാചകൻ്റെ പുസ്തക ഭാഷയിൽ പറഞ്ഞാൽ ഇസ്രയേലിനെ സകല ജാതികൾക്കും പരിഭ്രമപാത്രമാക്കി മാറ്റും, ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. അതിനെ ചുമക്കുന്നവർ കഠിനമായ മുറിവുകൾക്ക് അമേരിക്ക ചുമന്നുകൊണ്ട് നടക്കുകയാണ് ഇസ്രയേലിനെ. നമുക്കറിയാം, വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ആ ദുരന്തം അമേരിക്ക ഏറ്റ ശക്തമായ മുറിവാണ്. എത്ര വചനം എത്ര ക്ലിയറാന്ന് നോക്കിയേ. അതിനെ ചുമക്കുന്നവർ കഠിനമായ മുറിവേൽക്കും, ഭാരമുള്ള കല്ല്, പരിഭ്രമപാത്രം. അറബികളോട് യഹൂദൻ എന്ന് പറയുമ്പോൾ തന്നെ അവൻ പേടിക്കും. അവൻ്റെ ദുരഭിമാനം അതിനെ അനുവദിക്കില്ലെങ്കിൽ പോലും അവൻ്റെ ഉള്ളിൽ ഒരു കിടുങ്ങലുണ്ടാകും. കാരണം യഹൂദൻ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആളല്ല. 260 ചില്ലുവാന രാഷ്ട്രങ്ങൾ ഭൂമിയിലുണ്ടെങ്കിലും ഇസ്രയേൽ രാജ്യത്തെ പോലൊരു രാജ്യം വേറെ നമുക്ക് കാണാൻ കഴിയുകയില്ല. ആധുനിക ടെക്നോളജി മുഴുവൻ യഹൂദൻ്റെ സംഭാവനയാണ്. അവനുണ്ടാക്കുന്ന യുദ്ധോപകരണങ്ങൾ ഏറ്റവും മോഡേണാണ്, മറ്റു ഒരു രാജ്യങ്ങൾക്കില്ലെന്നാണ് പറയുന്നത്. അതീവ ശക്തിയുള്ളതും മൂർച്ചയുള്ളതും സർവത്ര നാശം വിതയ്ക്കുന്നതുമായ മാരകമായ ആയുധങ്ങൾ യഹൂദിൻ്റെ കയ്യിലുണ്ട്. അത് പല രാജ്യങ്ങൾക്കും അറിയാം. ഈയിടയ്ക്ക് അമേരിക്ക ഒരു പ്രസ്താവന ഇറക്കിയത്, ഇസ്രയേലിനെതിരെ ഇനി യുദ്ധം ചെയ്താൽ അവരടിക്കുന്ന അടി നിങ്ങൾ താങ്ങില്ല, ഞങ്ങൾ പറഞ്ഞാൽ പോലും അവരനുസരിക്കില്ലെന്നാണ് ബൈഡൻ പറഞ്ഞത്. എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല. ആര് പറഞ്ഞാലും അവരനുസരിക്കില്ല. അമേരിക്ക പറഞ്ഞാൽ അനുസരിക്കില്ലേ, പിന്നെ റഷ്യ പറഞ്ഞാൽ അനുസരിക്കില്ല. ആര് പറഞ്ഞാലും അനുസരിക്കില്ല. ബായി എന്ന് പറഞ്ഞ് നടക്കുന്ന അമേരിക്ക പോലും പറഞ്ഞാൽ അവർ അനുസരിക്കുന്നില്ലേ, പിന്നെ ആര് പറഞ്ഞാൽ അനുസരിക്കില്ല. കാരണം അതവർ ആ നിലയിൽ വെച്ചിരിക്കുക. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായൊരു ജാതിയാണ്. അബ്രഹാമിൻ്റെ കടിപ്രദേശത്ത് ദൈവം സൃഷ്ടിച്ചെടുത്ത ഒരു രാജ്യമാണ്. സകല ലോകത്തിനും രാജ്യമാണ്. സകല ലോകത്തിനും വെളിച്ചം പകരാൻ വേണ്ടി, സകല ലോകവും ദൈവത്തെ അറിയാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തൊരു ജാതിയാണ്. അത് സോളമനിലൂടെ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാരഥന്മാരായ രാജാക്കന്മാരും രാജ്ഞിമാരും അറിഞ്ഞു സോളമൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്ന് അവർ സാക്ഷ്യം പറഞ്ഞതായിട്ട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. ശലോമനെ, നിന്റെ ദൈവം വലിയ ദൈവം. അപ്പോൾ സർവ്വലോകത്തിലും ഉള്ളവർ ഇസ്രയേലിൻ്റെ ദൈവം വലിയവനാണെന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് യഹൂദ ജാതിയെ ദൈവം രൂപപ്പെടുത്തി ശക്തിയും ബുദ്ധിയും കഴിവും എല്ലാം കൊടുത്തത്. അതിൽ ഇന്ന് ജാതികളായ നമ്മൾ ക്രിസ്തുയേശുവിൻ്റെ കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിന് പങ്കാളികളായി ദൈവം ഇന്ന് ജാതികളായി നമ്മെ തിരഞ്ഞെടുത്തിരിക്കുക, സർവ്വലോകത്തിനും വെളിച്ചമായി നിൽക്കുവാൻ. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് കർത്താവ് പറയും. കർത്താവിൻ്റെ ശിഷ്യന്മാരെ ഉപദേശം പഠിപ്പിച്ച് പ്രാപ്തന്മാരാക്കി. ഇനി നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം. കർത്താവ് പോയപ്പോൾ, വെളിച്ചമായ കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോയപ്പോൾ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പ്രമാണം തന്ന് കർത്താവ് പോയപ്പോൾ വെളിച്ചം പോയി. ഇനി ഇവിടെ പ്രവേശിക്കേണ്ടത് കർത്താവിൻ്റെ സഭയാം ശരീരമാകുന്ന ദൈവസഭയാണ്. ഇവിടെ പ്രകാശം കൊടുക്കേണ്ടത് ലോകത്തിന്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ദൈവസഭ കൂറിയിട്ടായി കിടക്കുക.
ഇരുട്ടിൻ്റെ സന്തതികളായി തീർന്നിരിക്കുക. അധികാര ദുർമോഹികളും ദ്രവ്യാഗ്രഹികളും ധനസമ്പാദനത്തിന് വേണ്ടി പാഞ്ഞോടുന്നവരും. ശബരി മക്കളുടെ അമ്മ എന്താ പറഞ്ഞു? ഒരുത്തൻ ഇടത്ത് ഒരുത്തൻ വലത്തും ഇരിക്കട്ടെ. ഇന്നും അതൊക്കെ തന്നെയല്ലേ? അതിനുവേണ്ടിയുള്ള അക്രാന്തമല്ലേ കാട്ടിക്കൂട്ടുന്നത്? അപ്പൊ പുതിയ നിയമസഭയെ ലോകത്തിന്റെ വെളിച്ചമായി ദൈവം വെച്ചെങ്കിൽ അത് അന്ധകാരത്തിലായി കിടക്കുകയാണെന്ന് മനസ്സിലാക്കണം നമ്മൾ. മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇരുട്ടിലുള്ളവരായി പോകും. എഫേസ്യർ 5:8 എന്നുള്ള വാക്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മളിൽ വെളിച്ചമില്ലെങ്കിൽ നമ്മൾ ഇരുളായി പോകും. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പ്രമാണം നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിന് വെളിച്ചം പകരുന്നതിന് പകരം ഇരുട്ടിൻ്റെ അനുഭവമായിരിക്കും നമ്മളിൽ വെളിപ്പെടുന്നത്. ഇന്ന് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോടതി കേസ്, വഴക്ക്, തമ്മിത്തല്ലി, മത്സരം. സഭയിൽ കൂടി കർത്താവിനെ കാണാൻ കഴിയുന്നില്ല. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ കേട്ടനുസരിച്ച് ജീവിച്ച് പെന്തക്കോസിന്റെ ഉള്ളിൽ ഒരു പെന്തക്കോസ് ഉണ്ടാകണം. ദൈവവചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു സംഘം ഉണ്ടാകണം. ഹല്ലേലൂയ. അതിനാണ് നമ്മുടെ ശ്രമം. അതിന് ക്രിസ്തുവിന്റെ പ്രമാണം, പഥ്യവചനം, പഥ്യോപദേശം അനുസരിച്ച് ജീവിച്ചൊരു സംഘം എഴുന്നേൽക്കണം. ദുരുപദേശങ്ങളെ വിട്ട് പൈശാചിക സംഘങ്ങളിൽ നിന്നൊക്കെ വേർതിരിഞ്ഞ് സൈത്താൻ വേർഷിപ്പിന്റെ ചർച്ചകൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഒരു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അത് കേട്ട് എനിക്ക് വലിയ നോവായി ഹൃദയത്തിൽ. ഒരു പാസ്റ്റർമാരുടെ 2 മക്കൾ സൈത്താൻ വേർഷിപ്പ് ചർച്ചിലെ ലീഡർഷിപ്പ് ചെയ്യുന്ന സഹോദരങ്ങളാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വചനങ്ങൾ, ഈ ഉപദേശങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. കാരണം മാതൃകയില്ലാത്ത ക്രിസ്ത്യ ജീവിതം, പണത്തിൻ്റെ പിറകെയും സ്ഥാനമാനങ്ങൾക്ക് പിറകെയും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹമായി ഇന്നത്തെ പെന്തക്കോസ് അധപ്പതിച്ചു, ജീർണിച്ച് നാശമായി മാറിയിരിക്കുക. ഇതിൻ്റെ നടുവിൽ നിന്ന് ഒരു ഗ്രൂപ്പ് എഴുന്നേറ്റ് വരണം, ഒരു ശേഷിപ്പ് എഴുന്നേറ്റ് വരണം. അതിനാ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഈ പോക്ക് പോയാൽ നമ്മൾ അപകടരേഖയിലാണ് മുമ്പോട്ട് പോകുന്നത്. നാശത്തിലേക്കായിരിക്കും ചെന്ന് ഭവിക്കുക. തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത് 1 തെസ്സലോനി 3-ാം അധ്യായമായിരുന്നു. പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു അധ്യായമായിട്ടാണ് അത് കാണപ്പെടാനിടയായി തീർന്നത്. കഷ്ടങ്ങളിൽ ആരും കുലുങ്ങി പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് പ്രബോധിപ്പിക്കുവാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനുമായ തിമോത്തിയോസിനെ ഞങ്ങൾ തെസ്സലോനിക്ക സഭയിലേക്ക് അയച്ചു. എന്തിനാണ് അയച്ചത്? ഫണ്ട് റൈസ് ചെയ്യാനോ? എന്തിനാണ് അയച്ചത്? ഇലക്ഷൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കാനോ? എന്തിനാണ് അയച്ചത്? ലേലം നടത്താനോ? എന്തിനാണ് അയച്ചത്? കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് അവരെ വചനത്തിൽ ഉറപ്പിക്കുവാൻ. ഓരബല ശ്രദ്ധരാജൻ അവരെ ദൈവവചനത്തിൽ ഉറപ്പിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തുവാൻ തിമോത്തിയോസിനെയും തീത്തോസിനെയും ഫിലമോനെയും ബർന്നബാസിനെയും അതാത് സമയങ്ങളിൽ പല പല സന്ദർഭങ്ങളിൽ അപ്പോസ്തലന്മാർ സഭകളിൽ അയച്ചവരെ പ്രബോധിപ്പിച്ചുറപ്പിച്ചു. ഇന്നത്തെ തിമോത്തിയോസുമാര്, ഇന്നത്തെ ബർന്നബാസുമാര്, ഇന്നത്തെ തീത്തോസുമാര്, ഹല്ലേലൂയ, ഇന്നത്തെ ശുശ്രൂഷകന്മാർ എന്തിനാണ് സഭയിൽ കിടന്ന് ഞെരങ്ങുന്നത്? പ്രസംഗിച്ച് കാശുണ്ടാക്കാൻ, ഭൗതികം നേടിയെടുക്കാൻ, എൻ്റെ ഭാഷയിൽ പറഞ്ഞ വിശ്വാസിയുടെ രക്ഷ നഷ്ടപ്പെടുത്താൻ. ഇച്ചിരി കഠിനമായിട്ട് തന്നെ ഇരുന്നോട്ടെ. കാരണം കൊലോസ്യ ലേഖനത്തിൽ തലയെ മുറുകെ പിടിക്കാത്തവൻ ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത് പൗലോസ് പറയുക. തലയായ ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് തലയിൽ നിന്നുള്ള ഉപദേശം ശരീരമാം സഭയ്ക്ക് കൊടുത്ത് ആ സഭയെ ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവിലേക്ക്
തലയോളം വളർത്തിയെടുക്കാനാണ് ശുശ്രൂഷ. അതാണ് പൗലോസും പത്രോസും യോഹന്നാനും തിമോഥെയോസും തീത്തോസും ഫിലെമോനും ബർന്നബാസും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നോ കുറെ ജ്ഞാനം പ്രാപിച്ച് അത് വന്ന് വിളമ്പുക, സഭയിൽ കുറെ തത്വജ്ഞാനം വിളമ്പി കൂട്ടുക. എനിക്കറിയാം നല്ല നല്ല പാസ്റ്റർമാര് നന്നായി വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നവരൊക്കെ തത്വജ്ഞാനം പറഞ്ഞുകൊണ്ടിരിക്കുക, സഭയിൽ ഉപദേശം പറയത്തില്ല. വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിൽ കൊള്ളാതെ നിലനിൽക്കുക. ഇന്നലെ ഇവിടെ പ്രിയ സഹോദരങ്ങൾ 2-3 പേരും ഒരു അപ്പനും മോനാണ് വന്നത്. അവർ വന്നില്ല. ആ പിതാവ് പറഞ്ഞത് സഭകളിൽ ഉപദേശം പഠിപ്പിക്കുന്നില്ല, കുട്ടികളെ കളിപ്പിക്കുക, പ്ലേ സ്കൂൾ നടത്തുക, സഭയൊക്കെ ഓടിച്ച് തീർത്തിട്ട് മത്സര പരീക്ഷകളും മത്സര പാട്ടുകളും മത്സര വാക്യപ്പറച്ചിലും ഒക്കെ നടക്കുന്നത്. ആദ്യ നൂറ്റാണ്ടിൽ സഭയുടെ ആ നിലവാരത്തിൽ നിന്ന് സഭ നേരെ താഴേക്ക് പോയി. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് വന്ന സഭകളെ പോലെയുള്ള സഭകളെയാണ് ഇന്നുണ്ടാക്കിയെടുക്കേണ്ടത്. ജീർണിച്ച് കിടക്കുന്ന ഈ കൂട്ടത്തെ ക്രിസ്തുവിൻ്റെ പ്രമാണം, പഥ്യവചനം, പഥ്യോപദേശം പ്രസംഗിച്ച് കേൾപ്പിച്ച് ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ ഉപദേശിച്ച് നടത്തിക്കൊണ്ടുവന്ന സഭകളുടെ ആത്മീയ നിലവാരത്തിലേക്ക് ഇന്നത്തെ സഭകൾ മാറ്റപ്പെടുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ പോകാൻ ഒരു പൂഞ്ഞാണി പോലും കാണത്തില്ല. അടക്ക് നടക്കും, കല്യാണം നടക്കും, കുടിച്ചിലടക്കും, ഇതൊക്കെ നടക്കും. പക്ഷേ കർത്താവിൻ്റെ ഒരു പോകാൻ ആള് കാണത്തില്ല. ഇത് ചുമ്മാ പറയുകയല്ല, കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കി പറയുക. സഭ അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി. ഈ പൗലൂസ് പഠിപ്പിക്കുന്ന പഠിപ്പിക്കൽ നിങ്ങളൊന്ന് കേൾക്ക്. കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ, വചനത്തിൽ ഉറപ്പിക്കുവാൻ, വചനത്തിൽ സ്ഥിരപ്പെടുത്തുവാൻ, പ്രത്യാശ ഉണർത്തുവാൻ, വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ, പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ, ക്രിസ്തുവിലുള്ള സന്തോഷം വർദ്ധിക്കുവാൻ, ദൈവിക സമാധാനത്തിൽ വർദ്ധിച്ചു വരുവാൻ, സകല വചനത്തിലും പരിജ്ഞാനത്തിൽ സമ്പന്നരാകുവാൻ, കൃപയുടെ നീതിദാനത്തിൻ്റെ സമൃദ്ധി ലഭിക്കുവാൻ, വിശ്വാസത്തിൽ സമ്പന്നരാകുവാൻ, പ്രത്യാശയിൽ സമ്പന്നരാകുവാൻ. അപ്പോസ്തലന്മാർ തൻ്റെ ശുശ്രൂഷകന്മാരെ, കൂടെ നിന്ന സഹോദരങ്ങളെ സഭകളിൽ അയച്ചു പ്രബോധിപ്പിച്ചു. ഇന്ന് അതല്ലേ നമുക്ക് വേണ്ടത്? ഇന്ന് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ? മത്സരം, മത്സരം, മത്സരം. ഞങ്ങളാണ് വലിയവർ, ഞങ്ങളാണ് വലിയവരെന്ന് കാണിക്കാം. മത്സരം. കോരകിൻ്റെ ആത്മാവാണ് ഇന്ന് സഭയിൽ നല്ലൊരു ശതമാനം. എക്കാലത്തും എപ്പോഴും ഒരു ശേഷിപ്പുണ്ട് കേട്ടോ. അത് ഞാൻ നന്ദിയോടെ സ്മരിക്കുക. ഒരു ചെറിയ കൂട്ടം അവിടങ്ങളിലായി ചെതറിക്കിടപ്പുണ്ട്. പ്രമാണത്തിന് വേണ്ടി നിലനിന്ന് ജീവിച്ച് നിത്യത പ്രാപിക്കാൻ ഓടുന്നൊരു ചെറിയ സമൂഹം അവിടെ ചെതറിക്കിടപ്പുണ്ട്. ആ കൂട്ടത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ആയിത്തീരുവാൻ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുക. നിത്യത വേണോ? നിത്യതയിൽ മരിച്ചു കഴിയുമ്പോൾ നിത്യതയിൽ ഏത് നിത്യതയാണെന്ന് എൻ്റെ ചോദ്യം. നിത്യ നരകമാണോ, അല്ലെങ്കിൽ നിത്യയാതനാസ്ഥലമാണോ, അല്ലെങ്കിൽ നിത്യ സന്തോഷത്തിലേക്കാണോ പോയത്? പേർ വിളിക്കും നേരം കാണും എൻ പേരും എന്ന് പാട്ട് പാടി തുള്ളാനല്ലാതെ ആര് വിളിക്കും, എവിടെ വിളിക്കും, എന്ത് വിളിക്കും? ഒരു പേരും വിളിക്കില്ല. അതൊക്കെ പാട്ടുകാരൻ്റെ ഭാവനകളാണ്. ഇന്ന് പാട്ടിൽ കാണുന്ന പലതും ഭാവനകളാണ്. അത് യാഥാർത്ഥ്യമാകണമെന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. കഷ്ടമനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ആ തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായം ഒരു അവലോകനമായിട്ടാണ് നടത്തുക. കേട്ടത് തന്നെ ഒന്നുകൂടി ഒന്ന് ഓർപ്പിച്ചുണർത്തുക. കഷ്ടമനുഭവിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നാം കഷ്ടമനുഭവിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അവണ്ണം തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു. നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെ പറ്റിയും ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിച്ചതുപോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്ന് ഞങ്ങളോട് സദ്വർത്തമാനം അറിയിച്ച കാരണത്താൽ സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും
നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. തെസ്സലോനിക്ക സഭയെക്കുറിച്ച് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരായ അപ്പോസ്തലന്മാർ, ആദിമ അപ്പോസ്തലന്മാർ സഭകളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. ഇന്നത്തെ സഭകളെ ഓർത്ത് രണ്ട് കൈയും തലയിൽ വെച്ച് അയ്യോ അയ്യോ എന്ന് കാറേണ്ട കാലമാണ്. ഊതി വീഴ്ത്തലും ഉന്തി വീഴ്ത്തലും കൊരയും ശർദ്ദലും ഉന്തിയിടലും ഊതിയിടലും ഭൗതിക അനുഗ്രഹങ്ങൾ വാതോരാതെ പ്രസംഗിച്ചു കൂട്ടി ജനത്തെ നിത്യമായ നാശത്തിലേക്ക് വലിച്ചടയ്ക്കുന്ന വലിയ സമൂഹങ്ങളെ ഓർത്ത് കൈപ്പോടെ കരയാൻ ആര് മുമ്പോട്ട് വരും? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക. ഈ ദുരുപദേശ സംഘങ്ങളെ ദൈവം തുടച്ചു മാറ്റാൻ, അല്ലെങ്കിൽ ഒരു മാനസാന്തരം കൊടുക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ശക്തമായിട്ട്. ദൈവത്തിൻ്റെ ഇടപെടൽ ഈ ദിവസങ്ങളിൽ ഉണ്ടാകും, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ചിലരൊക്കെ കളം വിട്ട് പോകേണ്ടി വരും, ചിലരൊക്കെ മാനസാന്തരപ്പെട്ട് മടങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭകളെ വിശ്വാസത്തിൽ വളർത്തിയെടുത്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തുന്ന മഹത്തരമായ ശുശ്രൂഷകൾക്ക് ആദരാജ്ഞലി. ഇന്നതിനാളില്ല. കീശ വീർപ്പിക്കാൻ വേണ്ടി പുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുക. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച ആളാണ്. ഞാൻ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്, പിന്നെയും പറയുക, ക്ഷമിക്കണം. SSLCക്ക് തോൽവി ശതമാനം കൂടുമ്പോൾ ബൈബിൾ കോളേജിൽ അഡ്മിഷൻ കൂടും. കാരണം നല്ല സുഖഭക്ഷണവും താമസവും. അത് കഴിഞ്ഞ് സഭകളിൽ എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പാസ്റ്റർമാരെന്തെങ്കിലുമൊക്കെ കൊടുക്കും, ചില കൊടുക്കാതും മേടിച്ചിങ്ങനെ ഭക്ഷിച്ചിങ്ങനെ പോകാം. മെയ്യനങ്ങാതെ ഷട്ടനങ്ങാതെ ജീവിക്കാം. ശുശ്രൂഷകന്മാരെ പെരുക്കുന്ന കാലം വരുമെന്ന് തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ നിങ്ങളത് വായിച്ച് കേൾപ്പിക്കാൻ എനിക്ക് ആത്മാവിൽ നിയോഗമുണ്ട്. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്കുക. അസമയത്ത് ഒരുങ്ങി നിൽക്കുക. സകല ദീർഘക്ഷമയോടുകൂടി ഉപദേശിക്കുകയും ശാസിക്കുകയും തർജ്ജനം ചെയ്യുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുക. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലവരും. കെട്ടുകഥ, കിഴവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ്റെ ഒരു ഫോട്ടോ ഇട്ട് തന്നു. ശുദ്ധമായ തട്ടിപ്പ് നടത്തുന്ന ഒരു വ്യാജ സുവിശേഷകന്റെ ഫോട്ടോ, പകൽക്കൊള്ള നടത്തുന്നു. ഇതെങ്ങനെ പറയാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ നാവ് പൊങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഉണക്ക മൊബൈല് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാതെ ഇതിലോട്ട് കൊണ്ടിടാൻ. അപ്പോൾ ഓൻ്റെ പോക്കറ്റിൽ ആന പോലെ പറഞ്ഞ ഇരിപ്പുണ്ട്, അതെടുത്ത് ഇടാൻ പാടില്ല. ഇതേ ഞാൻ എൻ്റെ ഫോണിടുകയാണ്, നിങ്ങളിവിടെ. ഇതൊക്കെ എങ്ങനെ ഈ പോഷത്വങ്ങൾ വിളിച്ച് പുലമ്പാനായിട്ട് ഇവർക്ക് കഴിയുന്നു എന്നാണ് അല്ലാതെ. യോഹന്നാൻ ഒരു മുന്നറിയിപ്പ് തന്നു. ഞാനത് നോട്ട് ചെയ്യാനിടയിൽ തീർന്നു. എന്താ മുന്നറിയിപ്പ് എന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. 1 യോഹന്നാൻ 4:1, 2, 3, 4, 5, 6 എടുത്ത് വായിക്കുമ്പോൾ, ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ. ഹല്ലേലൂയ. ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്തോണം, ഇല്ലെങ്കിൽ എന്തോ പറ്റും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇല്ലെങ്കിൽ എന്തോ പറ്റും? ദുരാത്മാവിൻ്റെ ആ തന്ത്രങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോവും. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യാൻ. പെന്തക്കോസുകാരെ, പ്രസംഗിക്കാൻ വരുന്നവൻ്റെ ആത്മാവിനെ ശോധന ചെയ്യുക.
അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് വന്ന എഫെസോ സഭ, 7 സഭകളിലെ ആദ്യത്തെ സഭ എഫെസോ സഭ, പ്രവാചകന്മാരെന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് വന്ന് പ്രവചിക്കാൻ വന്നു. എഫെസോ സഭ അവരെ ശോധന ചെയ്തു, കള്ളന്മാരെന്ന് കണ്ട് അവരെ പുറത്താക്കി കാണും. അങ്ങനെ തന്നെയാണല്ലോ ഇന്ന് ഈ ഇങ്ങനെയുള്ള ഒരു സഭയെ കയറി ഇറങ്ങി ഞെരങ്ങിക്കൊണ്ടിരിക്കുക. അതുപോലെ പാസ് വിദേശത്ത് പോയി കഴിയുമ്പോൾ പിന്നെ ഞെരങ്ങുന്ന മുഴുവൻ കള്ളപ്രവാചകന്മാരും ദുർവേട്ടകന്മാരുമാ. എത്ര നിർഭാഗ്യകരം, എത്ര ശോചനീയ അവസ്ഥ. നമ്മുടെ പെന്തക്കോസ്ത് സമൂഹം ഇത്ര അധപ്പതിച്ചു പോകാനുള്ള കാരണം എന്ത്? ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നൊന്നും സ്വീകരിക്കാത്ത ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത ഏതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ. അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളുള്ളവർ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അവർ ലൗകികന്മാരായാൽ ലൗകികമായത് സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നാൾക്ക് മുമ്പ്, അമ്മാമ്മയുടെ കയ്യെ കിടക്കുന്ന ആ ബാഗിൽ അതിൻ്റെ ഉള്ളിലൊരു പാസ്പോർട്ട് ഉണ്ടെന്നും പാസ്പോർട്ട് ബ്ലാങ്ക് ആണെന്നും ആ പാസ്പോർട്ടിൽ വിസ വീഴാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ആ പാസ്പോർട്ടിൽ വിസ വീഴാൻ പോവുകയാണെന്നും. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് കൈയടിച്ച് കൂട്ടി. സഹോദരി അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞു. ഒരു നാടകം, ഒരു ഡ്രാമ അവിടെ നടന്നു. അതെല്ലാം കണ്ട് സായുജ്യമടഞ്ഞ ആൾക്കാർ പോയി. ഇതുപോലെയുള്ള കള്ളപ്രവചനങ്ങളും ദുരുപദേശങ്ങളും കൊടികുത്തി വാഴുന്നൊരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുന്നു. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് കർത്താവിനോട് ചോദിച്ച തൻ്റെ വാത്സല്യ സ്ലീഹന്മാരോട് ഓർ അപ്പോസ്തലന്മാരോട് കർത്താവ് പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. എൻ്റെ പേരെടുത്ത് പലരും വന്ന് നിങ്ങളെ തെറ്റിക്കും. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായിയാൽ തെറ്റിപ്പോകുന്നു. പെന്തക്കോസ്ത് സമൂഹമേ, തിരുവെഴുത്തുകളെ വായിച്ചു പഠിക്കുക, ഗ്രഹിക്കുക. പഴയ നിയമ തിരുവെഴുത്തും പുതിയ നിയമ തിരുവെഴുത്തും വായിച്ച് പഠിക്കുക. നായ്ക്കളെ സൂക്ഷിക്കുക, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുക, വിച്ഛേദനക്കാരെ സൂക്ഷിക്കുക. കടപറിച്ച് കളയും അവരെ. യെരൂശലേം ദേവാലയം കള്ളന്മാരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയെന്ന് പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തു ചാട്ടവാറ് കൊണ്ട് എല്ലാവരെയും അടിച്ച് പുറത്താക്കിയ ചരിത്രം വേദപുസ്തകത്തിലുണ്ട്. അതുപോലെ ഇന്നും സഭകളിൽ കാണുന്ന ദുരാചാരങ്ങളെയും ദുരുപദേശങ്ങളെയും ചാട്ടവാറാകുന്ന ദൈവവചനം കൊണ്ട് അടിച്ച് പുറത്താക്കാൻ പലരും എഴുന്നേറ്റ് വരും. അതിലൊന്നായിരിക്കും ഞാനങ്ങ് വിശ്വസിക്കുക തന്നെ. അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന വ്യവസ്ഥ, പറയാത്തവരെ സഭയ്ക്കുള്ളിൽ നിന്ന് അടിച്ച് പുറത്താക്കണം, ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും, നിത്യമായ നാശത്തിലേക്ക് പോകാനിടയായിത്തീരും. ഞാനിത് ആത്മാവിൽ വേദനയോടെ വിളിച്ചു പറയുന്ന കാര്യം. ഇതൊരു കർത്താവിൻ്റെ ദാസൻ അതിനെക്കുറിച്ച് പറഞ്ഞ് എനിക്ക് വലിയ സന്തോഷം തോന്നി. ചിലർ ദുരുപദേശത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നവരുണ്ട്. ദൈവം അവരെ ആക്കി വെച്ചേക്കുന്നുണ്ടോ? നടക്കട്ടെ. ചിലർ വചനത്തിലൂടെ ഉറപ്പിച്ചെടുക്കാൻ, ചിലർ പാല് കൊടുത്ത് വളർത്താൻ വിശ്വാസികളെ. ദൈവസന്നിധിയെ സഭയെ കാർന്ന് തിന്നുന്ന ദുരുപദേശങ്ങൾ, മാരകമായ വിഷം ചീറ്റുന്ന ഉപദേശങ്ങൾ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും വലിയൊരു പ്രസ്ഥാനത്തിലെ ഒരു പാർശ്വരിക്കെ പറഞ്ഞൊരു പ്രസ്താവന കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇദ്ദേഹമാണോ ഇത് പറയുന്നത്, അതോ ഇദ്ദേഹത്തിൻ്റെ പ്രേതമാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി അവിടെ നിന്ന്. അദ്ദേഹം ഇങ്ങനെയാ പറഞ്ഞത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം ദൈവസന്നിധിയിൽ പറഞ്ഞ് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. എന്തെല്ലാം ആഗ്രഹങ്ങൾ നമുക്കുണ്ട്, എന്തെല്ലാം ആഗ്രഹങ്ങൾ ഒരു മനുഷ്യൻ്റെ ഒരു വിശ്വാസത്തിന്റെ ഉള്ളിലുള്ളത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറഞ്ഞു. അപ്പൊ ഏതാണ് ആഗ്രഹം? നമ്മുടെ പ്രാർത്ഥനാ വിഷയം എന്ത്? ദൈവസ്ഥലിൽ വെച്ച് ജാഗരിക്കുന്ന വിഷയം എന്താണ്? ദൈവരാജ്യത്തിൽ പോകണമെന്നുള്ളതാണോ? വിശുദ്ധീകരണമാണോ? ഒരുക്കം പൂർത്തീകരിക്കുക എന്നുള്ളതാണോ? ആത്മീയ വളർച്ച, ആത്മീയ വർധനവ്, ആത്മീയ നിറവാണോ? അതോ വല്ലവരും കുഴിച്ചാടിക്കണമെന്നുള്ളതാണോ? ഇന്ന് അതിനാണല്ലോ വിശ്വാസികൾ സ്വതരാശ കൊടുക്കുന്നത്. ഒരു തന്നെ കുഴിച്ചാടിക്കാനും നിത്യമായ നാശത്തിലേക്ക് തള്ളിക്കളയാനും കൊടിയ ദുരുപദേശം പ്രസംഗിക്കുന്നവനെ. എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, ചില ഉപദേശങ്ങൾ കേട്ടാൽ ലൂസിഫർ പോലും തലയെ കൈവച്ച് പോകുന്നത്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര
ഒരു ത്രില്ലായിട്ട് തോന്നി. ഇത് പറയണമെന്ന് എനിക്കും തോന്നി. ഇന്ന് നമ്മുടെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ വിളിച്ചു പറയുന്ന പൊട്ടത്തരങ്ങളും പോഴത്തരങ്ങളും അവിവേകങ്ങളും കേട്ട് കഴിയുമ്പോൾ ലൂസിഫർ പോലും തലയിൽ കൈവച്ചു, ദൈവമേ ഞാൻ ഇത്രയൊന്നും പറഞ്ഞില്ലല്ലോ. ഇതിനെ കടത്തി വെട്ടുന്ന ടീമുകളാണല്ലോ ഇപ്പോഴുള്ളത്. അതെ, ഇത് അന്ത്യകാലമാണ്, അന്ത്യകാലമാണെന്ന്. പക്ഷേ എനിക്ക് അല്പമേ കാലമുണ്ടെന്ന് കരുതി മഹാക്രോധത്തോടുകൂടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലമായത്. യോഹന്നാൻ വെളിപ്പാട് 12:12 സർവ്വലോകത്തെയും തെറ്റിച്ച് കളയുന്ന പിശാച്, സഹോദരന്മാരെ രാപ്പകൽ അവാദം പറയുന്ന അപവാദി. അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്ന പിശാചിൻ്റെ തന്ത്രങ്ങൾ പറയുന്നത് അറിയാത്തവരല്ലല്ലോ എന്ന് പറയുന്നതല്ലേ. പിശാചിൻ്റെ തന്ത്രങ്ങളുടെ എറുത്തിൽപ്പനെന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ. ഒടുവിൽ കർത്താവിലോ അവൻ്റെ അമിതബലത്തിൽ ശക്തിപ്പെടുമെന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ. ശക്തിപ്പെടുന്ന എന്തിനാ? പിശാചിൻ്റെ തന്ത്രങ്ങളുടെ എറുത്തിൽപ്പാൻ. ഹല്ലേലൂയ. പിശാച് കിടന്ന് കളിക്കുക ഇന്ന് സഭയിലെ. പത്യവചനം പത്യോപദേശം മുഴുവൻ നഷ്ടമായി. കർത്താവ് പറഞ്ഞ പോലെ ആ വചനങ്ങളെല്ലാം പറവ കൊത്തിയെടുത്തോണ്ട് പോയി, പിശാച് കൊത്തിയെടുത്തോണ്ട് പോയി. ആവശ്യമില്ലാത്ത ദുരുപദേശങ്ങളാണ് സഭയിൽ വിളമ്പിക്കൊടുക്കുന്നത്. അത് തിന്നാൻ ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. ആർത്തിയോടെ വെട്ടി വിഴുങ്ങുക. അതിൽ ചിലരൊക്കെ എന്നോട് കിടന്ന് പോട്ടി അടിക്കാറുണ്ട്. ഞാൻ അവരോട് പറയും, നിങ്ങൾ ഈ പറയുന്നതൊന്നും പുസ്തകത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ്. എന്നോട് പിണങ്ങുണ്ടെന്ന് ഒരു കഥയില്ല സഹോദര. പുസ്തകത്തിലില്ലാത്ത കാര്യങ്ങൾ, പുസ്തകത്തിലില്ലാത്ത ഉപദേശങ്ങൾ, പുസ്തകത്തിലില്ലാത്ത വിഷയങ്ങൾ പ്രസംഗിക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല. നിങ്ങൾ പ്രസംഗിച്ചോ, പക്ഷെ നിങ്ങളുടെ ആത്മാവ് ഏത് ക്രിസ്തുവിൻ്റെ ആത്മാവ്? മറ്റൊരു ആത്മാവ്, മറ്റൊരു ക്രിസ്തു, മറ്റൊരു സുവിശേഷമാണ് നിങ്ങൾ പറയുന്നത്. യെസ്, യാതൊരു തർക്കവും വേണ്ട അതിലെ. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൻ്റെ ദൂതനാകട്ടെ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. നിങ്ങൾ മുൻ പറഞ്ഞതിന് വിരുദ്ധമായി ആരെങ്കിലും നിങ്ങളുടെ സുവിശേഷം പറഞ്ഞാൽ, അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ച ഉപദേശവും വിശ്വാസത്തിൻ്റെ വ്യവസ്ഥ, വിശ്വാസ പ്രമാണം, ഉപദേശം, അതിന് എതിരായിട്ടോ അതിനോട് വിഘടമായി നിൽക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അവൻ പിശാചിൻ്റെ ഏജന്റാണവൻ. അവർ പറഞ്ഞത് തന്നെ നമ്മൾ പറയണം. അവർ പറഞ്ഞ വിശ്വാസത്തിൻ്റെ വ്യവസ്ഥ ഒരിക്കലും മാറ്റാൻ പാടില്ല. ഒരു മുടിനാര് പോലും തെറ്റിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ പുറകെ നടന്ന പത്രോസ് ക്രൂശീകരണത്തെക്കുറിച്ച് മനോഹരമായി യേശു പറഞ്ഞപ്പോൾ, നിനക്കത് സംഭവിക്കരുത്, പിശാച് എന്ന് പറഞ്ഞു. കാരണം ദൈവത്തിൻ്റെ ഹിതത്തിനെതിരാണ് പത്രോസിൽ അപ്പം സംസാരിച്ചത് ദുരാത്മാവ്. നമ്മളാണെങ്കിൽ എന്ത് തന്നെ പത്രോസിനൊരു ബിരിയാണിയും മേടിച്ചു കൊടുത്ത് എന്തൊക്കെ നമ്മൾ ചെയ്തതന്നെ. മാറ്റം വരണ്ടേ നമുക്ക്? കർത്താവും തൻ്റെ സ്ലീഹന്മാരും തന്നിരിക്കുന്ന പ്രമാണം വിട്ട് ഒന്നും പറയാൻ പാടില്ല. പത്രോസ് പറഞ്ഞ സമയത്ത് പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. പത്രോസ് ആത്മാഭിഷേകത്താൽ നിറയപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല. അവിടെ ലേണിംഗ് പീരീഡാണ് കർത്താവ് അത് അവരോട് പറയുന്നത്. ഡ്രൈവിംഗ് പഠിക്കാൻ നേരത്തെ ഡബിൾ ക്ലച്ചും ഡബിൾ ബ്രേക്കും വണ്ടി ഓടിക്കുന്ന പോലെ നമ്മൾ പഠിക്കുന്ന നമ്മുടെ കയ്യിലാണ് ടിയറിംഗ് എങ്കിലും മർമ്മപ്രധാനമായ കാര്യങ്ങൾ പുള്ളിയുടെ കയ്യിലാണ്. ആവശ്യമില്ലാത്തടത്തൊക്കെ വണ്ടി വലിച്ചുകൊണ്ട് പോയാൽ പുള്ളി ചവിട്ടി നിർത്തും. അവിടെ ഗിയർ ചേഞ്ച് ചെയ്യാൻ നേരത്തെ ക്ലച്ച് കൊടുത്തില്ലെങ്കിൽ പുള്ളി ക്ലച്ച് കൊടുക്കും. നമ്മൾ പഠിക്കുകയല്ലേ. അതുപോലെ ഇന്ന് പലരും പഠിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് വിളിച്ച് പറയുന്നത്. കയ്യും കണക്കുണ്ടോ? ഒന്ന് ഊതുമ്പോൾ 4 കരണം മറിയുമ്പോൾ പ്രാപിച്ചോ എന്ന് പറയുന്നത് ഏത് ആത്മാവാ? ദുരാത്മാവല്ലേ. ഞാൻ ഇവരെയൊക്കെ പഠിച്ചു നോക്കിയിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു സത്യം നിങ്ങളോട് പറയാം. ഇവരെല്ലാം സുവിശേഷം പറഞ്ഞ് വചനം പ്രസംഗിച്ച് കോടികൾ സമ്പാദിച്ചവരാണ്. കാക്കാശിന് പോക്കില്ലാതെ കിടന്നവര് ഈ വചനമെടുത്ത് തിരുത്തി പറഞ്ഞപ്പോൾ, കൂട്ടുചേർത്തപ്പോൾ, മറിച്ച് പറഞ്ഞപ്പോൾ ഇവരെല്ലാം സമ്പത്തുള്ളവരായി മാറി. എങ്ങനെ മാറി? യേശുവിനെ പരീക്ഷിച്ച ചരിത്രം ലൂക്കോസ് 4, മത്തായി 4 നമുക്ക് തരുന്നുണ്ട്. സസൂക്ഷ്മം ഒന്ന് വായിച്ച് പഠിച്ചോണേ എല്ലാവരും. അതിൽ ലൂക്കോസ് പറയുന്നത്, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം, ഇതെല്ലാം എൻ്റേതാണ്. സകല പ്രതാപങ്ങളും സാത്താൻ്റെ കയ്യിലിരിക്കുക ലോകത്തിലത്. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ വണ്ണം ഞാൻ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുക. നമ്മൾ ലോകക്കാരല്ല.
ലോകത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തു, പാപത്തിന് തിരഞ്ഞെടുത്തു, പിശാചിൻ്റെ അടിമനുഭവത്തിൽ തിരഞ്ഞെടുത്തു, ദുരുപദേശത്തിൻ്റെ അടിമനുഭവത്തിൽ തിരഞ്ഞെടുത്തു, മക്കളും അവകാശികളുമാക്കി മാറ്റിയ നമ്മളെ. ഇനി നമ്മൾ ദൈവ ഇഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് വേണം മുൻപോട്ട് പോകാൻ. ഒരു ഇഞ്ച് പോലും, ഒരു പൊടിതാര് പോലും വചനവിരുദ്ധമായ നിലയിൽ നമ്മൾ മുമ്പോട്ട് പോകരുത്, പ്രസംഗിക്കരുത്. നമ്മൾ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഇടർച്ചയായി തീരരുത്. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ, നിസ്സാര പുള്ളിയൊന്നുമല്ല, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹോദരനാണ് പുള്ളി. പാസ്റ്റർ എന്നൊക്കെ പറയാൻ പേടിയാണ് എനിക്ക്. നമ്മളെ എല്ലാവരെയും കരാട്ട പഠിപ്പിക്കാനായിട്ട് പുള്ളി ഒരു പ്രബോധനം പറഞ്ഞു. എൻ്റെ മക്കൾ കരാട്ട പഠിച്ചവരാണ്, 5 എണ്ണം വന്ന് അടിച്ചു ദൂരക്കളയും, അപ്പം നമ്മളും കരാട്ട പഠിപ്പിക്കണോ ഇനി പിള്ളേരെയൊക്കെ? ആ ഗതികെട്ട അവസ്ഥയിലായിപ്പോയി പ്രസംഗങ്ങൾ. നമ്മുടെ ശക്തി എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയല്ലേ? ഹല്ലേലൂയ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രത്തിൽ അത്രേ പകർന്നിരിക്കുന്നത്. ഞാൻ വിഷയത്തിൽ വ്യതിചലിച്ചു പോകുന്നില്ല, പെട്ടെന്ന് വന്ന് കൺക്ലൂഷൻ ചെയ്യാൻ താല്പര്യപ്പെടുക. ഒരു 10 മിനിറ്റ്. നമ്മുടെ ദൈവവും പിതാവുമായവൻ 1 തെസ്സലോനി 3:11 നമ്മുടെ കർത്താവും യേശുവും ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴി നിരത്തി തരുമാറാകട്ടെ. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും, ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ, അത് മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് കാണിക്കുന്ന, നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ തികഞ്ഞവരായി വെളിപ്പെടുവണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. എത്ര മനോഹരമായൊരു പ്രസ്താവനയാണ്. വിശുദ്ധീകരണത്തിൽ തികഞ്ഞവരായി തീരുക. നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനന്യമായി വെളിപ്പെടുവണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അതല്ലേ നമുക്ക് വേണ്ടത്? കർത്താവ് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ മുമ്പാകെ തികഞ്ഞവരായി നിൽക്കണ്ടേ? ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കണ്ടേ? കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നിറയണ്ടേ? ഈ ദുഷ്ടലോകത്തു നിന്ന് പറന്നു പോകാനുള്ള സ്തോത്രം, നമ്മുടെ ആഗ്രഹം അതല്ലേ? ഇവിടെ കിടന്ന് കളിക്കാനല്ലല്ലോ, സുവിശേഷം പ്രസംഗിച്ച് ഇവിടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനല്ലല്ലോ. ഇവിടെ കോടികൾ സമ്പാദിച്ച് സുഖിക്കുന്ന സുഖിയന്മാരായി ഇന്നത്തെ ശുശ്രൂഷകന്മാരിൽ നല്ലൊരു പങ്കം തീർന്നെന്ന് പറഞ്ഞാൽ എത്രയോ ദുഃഖകരമാണ്. ദേവശുദ്ധൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ, ഭുവനമന്നാകെ ചമച്ചവനൊരു ഭവനം പണിയാൻ വകയില്ലായിരുന്നു എന്നൊക്കെയാണ് പാട്ടുകാരൻ പറയുന്നത്. ഭവനവും ചമച്ചതല്ലോ, ചമച്ചില്ലെന്നാ പറയുന്നത്. ഭുവനമന്നാകെ ചമച്ചവനൊരു ഭവനവും ചമച്ചവനില്ല എന്നാ പറയുന്നത്. പഴന്തുണിയായിരുന്നു കർത്താവ് ധരിച്ചത്. പിറന്നു വീഴാൻ സ്ഥലമില്ലായിരുന്നു. പശുത്തൊട്ടിയിൽ അല്ല, വടിയമ്പലത്ത് പ്രസവിച്ചു, പുൽത്തൊട്ടിയിൽ കിടത്തി. വീടില്ലെന്ന് പാട്ടുകാരൻ പറയുക. ഇന്ന് 11 കോടിയുടെ വീടും വെച്ചിട്ട് യേശു വരുമെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പനൊക്കെ കഞ്ഞിക്ക് വകയില്ലായിരുന്നു. എവിടെ നിന്ന് കിട്ടി ഈ പണം? പൂസത്ത് വല്ലതാണോ? എനിക്കിത് പറയുമ്പോൾ വേദനയും ലജ്ജയും ഉണ്ട്. കേരളക്കര ചില പ്രത്യേക ഉപദേശം പറയുന്ന പാസന്മാരുണ്ട്, അതായത് ദുരുപദേശം പറയുന്നു. എല്ലാവരും കോടീശ്വരന്മാരാണ്. കർത്താവിൻ്റെ പിറകെ ഒരു ചെറുക്കൻ കുറച്ച് കാശ് കൊണ്ടു കുറേ സ്വത്തുവൊക്കെ ആയിട്ട് വന്നപ്പോൾ പോയി വിറ്റ് തരത്തിൽ കൊടുത്തിട്ട് വരാനായിട്ട് പറഞ്ഞു വന്ന് ഇവരുടെ പുസ്തകത്തിലില്ലെന്ന് തോന്നിപ്പോവുക. വലിയ കപ്പലുടമയുടെ ഉടമയും 3 PhD ബിരുദമുള്ള പൗലൂസ് സാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വൈഭവം കൂടാതെ എത്രയും നിങ്ങളുടെ അടുക്കൽ വന്നത്. എനിക്ക് മറ്റൊന്നും അറിയണ്ട, എനിക്ക് യേശുവിനെ അറിഞ്ഞാൽ മാത്രം മതി.
ഫിലിപ്പിയ ലേഖനത്തിൽ താൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടുപോകും. എങ്കിലും എനിക്ക് ലാഭമാരെ നോക്കി ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്നെണ്ണിയിരിക്കുന്നു. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ഇബ്രാഹിം ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിന് നീതി സംബന്ധിച്ച് അനിന്യൻ, എങ്കിലും എനിക്ക് ലാഭമാരെ നോക്കി ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെണ്ണെന്നുണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടണം. ന്യായപ്രമാണത്തിലുള്ള സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കണം. അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയണം. അവൻ്റെ കഷ്ടാനുകളുടെ കൂട്ടായ്മ അറിയണം. ഇങ്ങനെ വല്ലവിധനെയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു. ധനാഢ്യനായവൻ, ജ്ഞാനികളിൽ ജ്ഞാനിയായവ പൗലൂസ് തൻ്റെ സമ്പത്തെല്ലാം ചപ്പന്നും ചവറന്നും എണ്ണി പട്ടിണി കിടക്കാനും കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന പത്രോസ്, യോഹന്നാൻ, യാക്കോബ് ആദ്യായവരുടെ തോളെ കൈയിട്ടുകൊണ്ട് ഈ വലിയ മനുഷ്യൻ കഷ്ടതയ്ക്ക് വേണ്ടി ഒന്നുകുറയെ സ്വത്രം 30 അടി 3 പ്രാവശ്യം, 30-ഓ 40-ഓ ആയിട്ട് കൃത്യമായിട്ട് നോക്കുന്നില്ല, ക്ഷമിക്കണേ, ഒന്നുകുറയെ 40 അടി 3 പ്രാവശ്യം അടി കൊണ്ട് പൊളഞ്ഞ് പട്ടിണി കിടന്ന് ഈ മനുഷ്യൻ വ്യഥ അനുഭവിച്ച് നാടി വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും കുത്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിശ്വാസത്തിൽ ശക്തിയോടെ നിലനിൽക്കുമ്പോൾ ഇവിടെ വിശ്വാസമില്ല, പ്രത്യാശയില്ല, ലോകത്തിൻ്റെ ഭൗതികം വാരിക്കോരി കൂട്ടിവെച്ച് അതിൽ കിടന്ന് തിമിർത്ത് കളിക്കുന്ന വ്യാജ സുവിശേഷകന്മാരെയും കള്ളപ്രവാചകന്മാരെയും ദുരുപദേഷ്ടകന്മാരെയും ദൈവസഭ വിട്ടൊഴിയുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാശം. എൻ്റെ ഉള്ളിൽ ഇത് പറയാൻ പ്രേരണ കിട്ടുന്നുണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് നിമിത്തം ഞാൻ മരിക്കേണ്ടി വന്നാലും ഓക്കെ. കാരണം കർത്താവിൻ്റെ ഞാൻ പലപ്പോഴും പറയാറില്ല, കർത്താവിൻ്റെ ശിഷ്യന്മാർ മരിക്കുകയല്ലേ ചെയ്ത്, സത്യം വിളിച്ചു പറഞ്ഞ് മരിച്ചു പോയവരെ. ഇവിടെ കുറേ ജീവിച്ചിട്ട് എന്ത് കിട്ടാനാ? ഈ ഗുണം പിടിക്കാത്ത കുറേ എണ്ണം ഇവിടെ ജീവിച്ചു കിടന്നിട്ട് എന്ത് കിട്ടാനാ? ആർക്കെങ്കിലും എന്താ ഉണ്ടാകും മെച്ചമുണ്ടാകുമ്പോൾ? അവരവരുടെ പ്രസ്ഥാനം കെട്ടിപ്പോക്കുകയല്ലേ. വലിയ വലിയ കൺവെൻഷൻ പന്തലും സാധനത്തൊട്ടി അതും ഇതുമൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയല്ലേ ചെയ്യുന്നത്. ഈ കേസിന് കോടതി കിടക്കുന്ന കേസിന് വല്ല കയ്യും കണക്കും ഉണ്ടോ? അവർ തന്നെ പറയുന്നു 37 കേസ് കിടപ്പുണ്ട്, ഇനി ഒരു 5 എണ്ണം കൂടി ആഡ് ചെയ്യാനുണ്ടെന്ന്. ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് ഒരു പാസ്റ്റർ മോനും കൂടി ചേർന്ന് അവിശ്വാസികളെ തല്ലിച്ചതച്ചെന്ന്. അങ്ങനെയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം എന്ന് ഓർത്തോളം ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല. അപ്പനും മോനും കൂടി നിരപരാധികളെ 2 എണ്ണം തല്ലിച്ചതച്ച് അപ്പൻ്റെ മോൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു പോലീസ്. എങ്ങനെയുണ്ട്? പോലീസിനെ അട്ടിമറിക്കുന്ന ആൾക്കാരാണ് അവർ. കൂട്ടുവിശ്വാസികളെ അട്ടിമറിച്ചുകൊണ്ടാണ് ഭരണം പിടിച്ചെടുത്തത്. കയ്യൂക്കുള്ളവൻ കാര്യസ്ഥൻ എന്ന പോലെ. എനിക്കൊന്നേ പറയാനുള്ളൂ, സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം കെട്ട് നടക്കുന്ന, ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും, പാസ്റ്റർ സഹോദരനാണെങ്കിലും പ്രസിഡന്റ് സഹോദരനാണെങ്കിലും സെക്രട്ടറി സഹോദരനാണെങ്കിലും ഒഴിഞ്ഞു പോക്കോണം, അല്ലെങ്കിൽ നിത്യത നിങ്ങൾക്കില്ല. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം, അകന്നു മാറണം. അവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കരുത്. ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോ ഒരു കുഴപ്പമില്ല, സ്വർഗത്ത് പോകാൻ ഒരു പ്രശ്നവും തടസ്സവും ഇല്ല. 2-3 പേർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചോ, ഭാര്യയും നീയും കൂടി ആകുമ്പോൾ ഒരു സഹോദരനും സഹോദരിയും കൂടി ഭാര്യയും ഭർത്താവും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ എന്താ കുഴപ്പം? അവർ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോലും ആരാ പറഞ്ഞേ? വ്യാജകൂട്ടങ്ങളിൽ പോയാൽ നരകത്തിലേ പോവുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ പ്രത്യക്ഷത. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ എങ്ങനെ? വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടുവണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടുവണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ. 1 തെസ്സലോനിക്കർ 3 അവസാനത്തെ വാക്യമാണ്. 13-ാം വാക്യത്തിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഞാനിപ്പോൾ വായിച്ചത്. കർത്താവ് വരുമ്പോൾ വിശുദ്ധീകരണത്തിൽ തികഞ്ഞവരായി നിൽക്കണം.
ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിപ്പില്ലെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. പത്രോസിൻ്റെ ആ പ്രസ്താവന എന്നെ വല്ലാതെ അങ്ങ് പിടിച്ച് സ്വാധീനിക്കുക. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ ഇങ്ങനെ കാണുന്നു: പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോകളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണ ഉള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധരാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പിൻ എഴുതിയിരിക്കുന്നുവല്ലോ. അശുദ്ധിയുടെ കൂമ്പാരമായി ഇന്നത്തെ ക്രൈസ്തവ സമൂഹങ്ങൾ പലതും മാറിക്കഴിഞ്ഞു. ഓടി രക്ഷപ്പെട്ടോ? കോരപുത്രന്മാർ ഓടിയതുപോലെ ഓടി രക്ഷപ്പെട്ടോ? യോസേഫ് പറവന്റെ ഭാര്യയുടെ മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടല്ലോ. ഓടി രക്ഷപ്പെട്ടോ? ഗേഹസ് നയമാന്റെ ഓടിയ രഥത്തിന്റെ പിറകെ ഓടിയ ഓട്ടമാണ് ഇന്ന് പലരും ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ അവർ പാപത്തെ വിട്ടോടി, അനീതി വിട്ടോടി, അശുദ്ധി വിട്ടോടി. അവരുടെ സമ്പത്തും അവരുടെ അറിവും കഴിവുകളെല്ലാം അവർ നിലത്തിട്ട് കളഞ്ഞു. അവർ ദൈവാത്മാവിൻ്റെ അത്യന്ത ശക്തി പ്രാപിച്ച് അവർ ശുശ്രൂഷകൾ ചെയ്തു. അവർ ഭൗതികമായി ദരിദ്രന്മാരായിരുന്നു, അവർ ആത്മീകമായി കോടീശ്വരന്മാരായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പലരും ആത്മീകമായി ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും കീഴത്തിക്കടെ കിടക്കുക. ഭൗതികമായിട്ടോ 100 തലമുറയ്ക്ക് തിന്നാനുള്ള കാശ് പുസ്തകം പ്രസംഗിച്ചുണ്ടാക്കി. എന്നിട്ട് ഞെളിഞ്ഞു എന്ന് പറയുക ദൈവം എന്നെ അനുഗ്രഹിച്ചെന്ന്. നാണമില്ലേ? ആരോടായി പറയുന്നത്? ഇങ്ങനെ പറയുന്നവരോടല്ല, നിങ്ങളോടല്ല. ഇങ്ങനെ പറയുന്നവരാരെങ്കിലും കേൾക്കുന്നേ അവരോടായി പറയണേ. അനീഷ് പാസ് പറയുന്ന പോലെ അടുത്തിരിക്കുന്നവനോടാണ് ഈ ദൂത്. ഇല്ല, നിന്നോട് തന്നെയാണ് എന്ന് പറഞ്ഞ പോലെ. ഹല്ലേലൂയ. സ്വതം ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ എൻ്റെ ഹൃദയത്തിലൊരു വാക്യം കർത്താവ് പ്രകാശിപ്പിച്ചു. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നുകൊള്ളാം. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തൻ അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമത്തനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നീതിയുടെ വസ്ത്രം ദൈവം നമുക്ക് തന്ന നീതിയുടെ വസ്ത്രത്തിൽ കറ പുറണ്ടെങ്കിൽ അലക്കിക്കോണം, ശുദ്ധീകരിച്ചെടുത്തോണം. നായ്ക്കളും ശുദ്രക്കാരും തുറന്നടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും പോഷ്കിൽ പ്രിയപ്പെടുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവരും പുറത്ത് തന്നെ. ലാസ്റ്റ് പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 22:15 നായ്ക്കളെ സൂക്ഷിപ്പിനാകാത്ത വേലക്കാരെ സൂക്ഷിപ്പിച്ചതൊരു കഥ. അത് വേലക്കാരെ കുറിച്ച് പറയുക. ശുദ്രം ചെയ്ത പാത്രന്മാരുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ട് ഞാൻ അന്തം വിട്ടുപോയി. ദുർനടപ്പുകാർ, കൊലപാതകന്മാർ, സൗവർണ പായിക്കുന്നവൻ കൊലപാതകൻ, ബിംബാരാധികൾ, പണത്തെ സ്നേഹിച്ച് പൈസയ്ക്ക് വേണ്ടി പ്രസംഗിക്കുന്നവർ ബിംബാരാധികളാണ്, വിഗ്രഹാരാധികളാണ്. ദ്രവ്യാഗ്രഹമെന്ന വിഗ്രഹാരാധന പൗലൂസിൻ്റെ പ്രയോഗമാണ്. അവരെല്ലാം പുറത്ത് തന്നെ. ഫോഷ്കൾ പ്രിയപ്പെടുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്ത് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം വരുത്തും. ഈ പ്രവചന പുസ്തകത്തിൻ്റെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നുവെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ആമീൻ. കർത്താവായ യേശു വരണമേ എന്ന വാക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ ഈ വചന പ്രഘോഷണം അവസാനിപ്പിക്കുന്നു. തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായം എന്തുകൊണ്ടും അനുഗ്രഹമായിരുന്നു. ആ വചന വെളിപ്പാടുകൾ എന്നെയും നിങ്ങളെയും കരുത്തന്മാരാക്കി ശക്തന്മാരാക്കി തീർത്തിക്കട്ടെ. കർത്താവിൻ്റെ വരവിനുവേണ്ടി ഒരുങ്ങുവാൻ സകല അശുദ്ധിയിൽ നിന്നും വേർപെട്ട് വിശുദ്ധമായൊരു ജീവിതം നയിച്ച് കർത്താവിൻ്റെ ഒരു പ്രത്യാശയോടെ നിൽക്കുവാൻ സർവശക്തനായ ദൈവം ഈ തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനം 13-ാം അധ്യായത്തിൻ്റെ പഠനം നമുക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.
കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ 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 ആമേൻ. സ്വത്രം സ്വത്രം. ഹല്ലേലൂയ.